വെൽക്കം ടു ഫിസിക്സ് വാല. അപ്പൊ മക്കളെ, നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ റിസൾട്ട് ആണ്. ഒരുപാട് തവണ മാറ്റിവെച്ചു അല്ലെ. അവസാനം നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പല കുട്ടികൾക്കും ഇപ്പോഴും എന്താണ് റിസൾട്ട് ഏത് സൈറ്റിലാണ് നോക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല. പലരും മെസ്സേജ് അയച്ച് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പൊ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, result.hse.kerala.gov.in അല്ലെങ്കിൽ result.kite.kerala.gov.in നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. ഒരുപക്ഷെ ചിലപ്പോൾ എന്താണ് ഒരുപാട് കുട്ടികൾ നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സൈറ്റ് ഒക്കെ കുറച്ച് ജാം ആവാം. അതുകൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ എന്താണ് വൈകിയേക്കാം, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരാം. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിസൾട്ടുകൾ കാണാൻ പറ്റും. അപ്പൊ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെൻഷൻ ആവരുത്. നമുക്ക് ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ടുവിൽ എന്താണ് ഇതിലും നല്ല മാർക്ക് വാങ്ങാനുള്ള ചാൻസസ് എന്താണ് അവിടെയുണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വെച്ചിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്ലസ് വണ്ണില് ഈ ഡബിൾ പാസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ് ഡബിൾ പാസ്? ഡബിൾ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് അറിയാവോ? നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റുകളിൽ ലാബ് ഉള്ള സബ്ജക്റ്റും ഉണ്ട്, ലാബ് ഇല്ലാത്ത അഥവാ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റും ഉണ്ട്. അപ്പോ ഈ തിയറിയിൽ നിങ്ങൾ ലാബ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ തിയറിയിൽ എത്ര മാർക്ക് വാങ്ങണം? 36 മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്താകും അല്ലെ, നിങ്ങൾ അടുത്ത വർഷം പ്ലസ് ടുവിൽ നിങ്ങൾ 0 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഈ പ്ലസ് വണ്ണിൽ നിങ്ങൾ 36 മാർക്ക് തിയറിയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാസ്സായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമ്മുടെ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റുകളാന്ന് വിചാരിക്കുക, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റുകളിൽ നിങ്ങൾ 48 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്ലസ് വൺ റിസൾട്ടിൽ 48 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം എന്താണ് 0 മാർക്ക് വാങ്ങിയാലും നിങ്ങൾ പാസ്സായിരിക്കും. ഇനി ഇത് മാത്രം അല്ല, ഇത് കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ എന്താണ് ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. ഏറ്റവും നല്ല മാർക്കോടെ വേണം നമ്മൾ പ്ലസ് ടു എന്ത് ചെയ്യാൻ പടിയിറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ടും ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക. ഇനി കുറവ് മാർക്ക് 36ലും കുറവൊക്കെയാണ് വാങ്ങിയത്, അല്ലെങ്കിൽ 36 കിട്ടിയിട്ടുള്ളൂ, എനിക്ക് നന്നായിട്ട് എന്താണ് പ്ലസ് വണ്ണിൽ മാർക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ എന്താണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇംപ്രൂവ്മെന്റ് എക്സാം ഈ അടുത്ത് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം നമ്മുടെ പ്ലസ് ടു എക്സാം വരുന്ന സമയത്ത് നമുക്ക് അതും പഠിക്കാനുണ്ട്. അപ്പൊ ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവര് ഇപ്പം തന്നെ അല്ലെ, അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്? 3 സബ്ജക്റ്റ് ആയിരിക്കും. 3 സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. അതും അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നത്, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ തീരുമാനിക്കാം. മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതൊക്കെയാണ് മാർക്ക് കുറവ്, എനിക്ക് ഏതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കൂട്ടാൻ പറ്റും എന്ന് ഉറപ്പുള്ള 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യം നോക്കുക. കൂടാതെ പ്ലസ് ടുവിലേക്കും എന്ത് ചെയ്യണം, നന്നായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് പഠിച്ചാൽ പ്ലസ് ടുവിൽ ഇനിയും മാർക്ക് വാങ്ങാം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങളുടെ പെർസെന്റേജ് എങ്ങനെയാണ് നോക്കുക? നിങ്ങൾക്കറിയാം നമ്മുടെ പ്ലസ് ടുവിൽ 6 സബ്ജക്റ്റ് ആണുള്ളത് ഒരു സബ്ജക്റ്റിന് അല്ലെ. അപ്പൊ ഒരു സബ്ജക്റ്റിന് 100 മാർക്ക് വെച്ചിട്ട് നിങ്ങൾ കൂട്ടുക. അപ്പൊ 6 സബ്ജക്റ്റിന് എത്രയാണ്? 600 മാർക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ടോട്ടൽ ഈ 6 സബ്ജക്റ്റിലും എത്രയാണോ കിട്ടിയത് അത് എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ എഴുതുക എത്ര കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 600 എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ 600 × 100 എന്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെന്റേജ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് വണ്ണിൽ എത്ര പെർസെന്റേജ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, അത് കുറഞ്ഞതോ കൂടുതലോ എത്രയാണെങ്കിലും നിങ്ങളുടെ കമന്റ് ബോക്സിൽ, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അത് കാണാനും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇനി നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, റിസൾട്ട് കണ്ട സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ കൂടിയോ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ, ഇതൊക്കെ അറിയാൻ എന്താണ് ഞങ്ങൾക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ മക്കൾ വാങ്ങിയ റിസൾട്ട് ആണ് അല്ലേടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.